Assalamualaikum. Hi friends, welcome back. Zainusfoodtube എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അച്ചാറാണ്, നെല്ലിക്ക വെച്ചൊരു അച്ചാർ. നെല്ലിക്ക കൊണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് കിട്ടിയത് കുറച്ച് നല്ല വലിയ നെല്ലിക്കയാണ്. എണ്ണം കുറവാണെങ്കിലും 1/2 കിലോ തൂക്കമുണ്ട്. അപ്പോൾ 1/2 കിലോ നെല്ലിക്കയുടെ അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനു വേണ്ടി ആദ്യം നെല്ലിക്ക ഒന്ന് വേവിക്കണം. അത് ഒന്നുകിൽ ആവിയിൽ വേവിക്കാം, അതല്ലെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ എണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. എണ്ണയിൽ വഴറ്റിയെടുക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചാൽ മതി. നന്നായി വെന്ത് പോകരുത്, ഒരു ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്ക് നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി ആദ്യം നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി കഴുകി തുടച്ച് വെച്ച നെല്ലിക്കയാണ്. ഇത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കുക. നെല്ലിക്ക ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒത്തിരി വേവണ്ട. ഇങ്ങനെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം ഒന്ന് ചൂട് പോയതിന് ശേഷം ഇത് മുറിച്ചെടുക്കുക. നെല്ലിക്ക വഴറ്റിയത് ഞാൻ ചൂടാറിയപ്പോൾ ഒന്ന് തണുത്തപ്പോൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലുള്ള പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ലെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് വിനീഗറും. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഇത് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക.
ഞാൻ എല്ലാ അച്ചാറിനും നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്. പുളിയിഞ്ചിയോ വടുകപ്പുളി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ട് ചോപ്പ് ചെയ്തതിന് ശേഷം, പിന്നെ 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ ഏകദേശം വെളുത്തുള്ളി ഇഞ്ചിയും വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്നിങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം ഒരരികിലേക്ക് നീക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളി ആദ്യം ഇതിലിട്ടത് വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ടാണ് കടുകും ഉലുവയും ഇടുന്നതിന് പിന്നെ തന്നെ ആദ്യം വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തത്. വേണമെങ്കിൽ ഈ വഴറ്റിയത് കോരിയൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിന് ശേഷം കടുക് ഉലുവ ഇട്ട് കൊടുക്കുക. ഞാൻ പക്ഷേ ഇതിപ്പോൾ ഈ സൈഡിലേക്ക് ആക്കുന്നേ ഉള്ളൂ. സൈഡിലേക്ക് ആക്കിയാൽ തന്നെ അത് നന്നായി പൊട്ടി വരും. ഇപ്പോൾ കടുകും ഉലുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ വെളുത്തുള്ളിയൊക്കെ നല്ല അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ആദ്യം ചേർത്തത്. കണ്ടോ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് അച്ചാറിൽ നല്ല രുചിയായിരിക്കും. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, അങ്ങനെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ. ഇത് മൂന്നും ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടി എണ്ണയിൽ കടന്ന് നന്നായി ഒന്ന് വഴന്നു വരണം. ഇപ്പോൾ ഏകദേശം മുളക് പൊടി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, തിളച്ച വെള്ളമാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് നന്നായി തിളക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വിനിഗറും മുളക് പൊടിയൊക്കെ കൂടി വഴന്ന് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളവും വിനിഗറൊക്കെ ചേർത്ത് നന്നായും തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് കുറുകട്ടെ.
ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങളത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നെല്ലിക്ക, നേരത്തെ മുറിച്ച് വെച്ചിട്ട് നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ നെല്ലിക്ക കിടന്ന് വേവേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തത് കാരണം നെല്ലിക്ക അധികം വേവണ്ട, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക. പിന്നെ അച്ചാർ ഇടുമ്പോൾ അറിയാലോ, അച്ചാർ ഇട്ടതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴേക്ക് എരിവും പുളിവും എല്ലാം ഈ നെല്ലിക്കയിൽ നന്നായി പിടിക്കും. അപ്പോഴാണ് കൂടുതൽ സ്വാദ്. ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, പക്ഷെ നെല്ലിക്കയിൽ അധികം ഉപ്പും എരിവൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തവർ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഇനിയൊന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.